ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ ട്വിൻ ടവേഴ്സ് അഥവാ ഇരട്ട ഗോപുരം, അതാണ് മലേഷ്യയുടെ തലസ്ഥാനമായ കോലാലംപൂർ സ്ഥിതി ചെയ്യുന്ന 88 നിലകളുള്ള പെട്രോണാസ് ടവേഴ്സ്. 1992 പണി തുടങ്ങി 98 പണി പൂർത്തിയായ ശേഷം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒന്നാമത്തെ കെട്ടിടമായിരുന്നു ഇത് 2004 വരെ. അതിനുശേഷം ഇത് തായ്പേയ് പോലുള്ള കെട്ടിടങ്ങൾ വന്നതോടുകൂടി ഇതിൻ്റെ റെക്കോർഡ് അങ്ങ് മാറി. എന്നാൽ ഇരട്ട ഗോപുരത്തിൽ ഇതാണ് ഏറ്റവും ലോകത്തിൽ വലുതായിട്ടുള്ളത്. സോ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇറങ്ങി മെട്രോ ട്രെയിനിൽ പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് മെട്രോ ട്രെയിനിൽ കയറാനുള്ള ടിക്കറ്റ് ടോക്കൺ. കോലാലംപൂരിൽ ആക്ച്വലി മെട്രോ ട്രെയിൻ എന്നല്ല പറയുന്നത്, അവിടെ റാപ്പിഡ് KL എന്നാണ് പറയുന്നത്. KL മീൻസ് കോലാലംപൂർ. അവിടെ മെട്രോ ട്രെയിൻ ഉണ്ട്, ലൈറ്റ് മെട്രോ ഉണ്ട്, മോണോ റെയിൽ ഉണ്ട്, പിന്നെ ബസ് സർവീസ് ഉണ്ട്. എല്ലാം കൂടി ചേർത്തിട്ടാണ് റാപ്പിഡ് KL എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലും മെട്രോ ഒക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ മുന്നിൽ ആ ഡ്രൈവറിൻ്റെ ലോക്കോ പൈലറ്റിൻ്റെ സ്ഥലത്തിരുന്ന് സഞ്ചരിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഇതാണ് ആ ഒരു മോണോ റെയിൽ മെട്രോ ട്രെയിനിൻ്റെ ഉൾവശം. ട്രെയിനിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ്. ആ ഒരു കോലാലംപൂർ സിറ്റിയുടെ ഭംഗി നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇതാണ് കോലാലംപൂരിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട ഒരു നദി, ക്ലാങ് നദി എന്നാണ് പറയുന്നത്. കേരളം പോലൊരു ജിയോഗ്രഫി ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല പച്ചപ്പാണ്. ഇത്ര തിരക്കും പച്ചപ്പും ബിൽഡിങ്സൊക്കെ ഉണ്ടെങ്കിലും നല്ല ക്ലീനാണ് സിറ്റി എല്ലായിടത്തും. ഇത് ട്രെയിനിലൂടെ പോകുമ്പോൾ കണ്ടൊരു അമ്പലമാണ്. ഇനി ഈ അമ്പലത്തിലേക്കുള്ളൊരു എൻട്രി ഒക്കെ ഉണ്ട്, അത് അടുത്ത ദിവസമാണ് പോകുന്നത്. പിന്നെ ഇവിടുത്തെ മോണോ ട്രെയിൻ അണ്ടർഗ്രൗണ്ടിലേക്കാണ് അടുത്ത് കയറുന്നത്. കേരളത്തിലെ മെട്രോ അണ്ടർഗ്രൗണ്ടിലോട്ടൊന്നും അങ്ങനെ പോകുന്നില്ല. ചെന്നൈയിൽ പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് അണ്ടർഗ്രൗണ്ട് മെട്രോ. ഈ ഒരു മെട്രോ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഭൂമിക്കടിയിൽ അണ്ടർഗ്രൗണ്ടിലാണ്. ഇതാണ് പെട്രോണാസ് ടവേഴ്സിലേക്ക് കയറാനുള്ള ഒരു മെട്രോ സ്റ്റേഷൻ. ട്രെയിൻ ഇറങ്ങി ആദ്യം ചെല്ലുന്നത് KLCC, അതായത് കോലാലംപൂർ സിറ്റി സെൻറ്റർ എന്ന് പറയുന്ന ഒരു വലിയ ഷോപ്പിംഗ് മാളിലേക്കാണ്. അവിടെ നിന്നാണ് പെട്രോണാസ് ടവേഴ്സിലേക്കുള്ളൊരു എൻട്രി വരുന്നത്. പെട്രോണാസിൻ്റെ 2 നിലകളിലേക്കാണ് നമുക്ക് എൻട്രി കിട്ടുന്നത്, 41ഉം 86ഉം. ടിക്കറ്റ് എടുക്കുന്നത് ഓൺലൈനായിട്ടാണ്. ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് 98 റിംഗിറ്റ്, അതായത് നമ്മുടെ നാട്ടിലെ ഒരു 2000 രൂപയ്ക്ക് അടുപ്പിച്ചായിട്ട്. 1998 ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത്. 27 വർഷമായിട്ടും നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് അകത്തേക്ക് കയറാനുള്ളവരുടെ ക്യൂ ആണ്, പക്ഷെ വലിയ തിരക്ക് കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ടൈം സ്ലോട്ട് തന്നിട്ടുണ്ട്. ആ ഒരു സ്ലോട്ട് ടൈമിലുള്ളവർ മാത്രമേ ഇപ്പോൾ പെർമിഷൻ ഉള്ളൂ. ഈ കാണുന്ന സാധനങ്ങളൊന്നും അകത്തേക്ക് പെർമിഷൻ ഇല്ല, എൻട്രി ഇല്ല. പിന്നെ കയറുമ്പോൾ നമുക്കൊരു സ്റ്റിക്കർ അവർ തരും, നമ്മുടെ ഷർട്ടിൽ പതിപ്പിച്ച് തരും. അങ്ങോട്ടേക്ക് കയറുമ്പോൾ ഒരു ഡിസ്പ്ലേയിൽ ഇങ്ങനെ ഫുള്ള് ഡീറ്റെയിൽസ് കാണിച്ചു തരും. പെട്രോണാസ് ടവേഴ്സിൻ്റെ ഒരു ചരിത്രം മൊത്തം നമുക്കവിടെ കാണാൻ പറ്റും. 452 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് 14 റിങ്സ് ഉണ്ട്. അത് 14 സ്റ്റേറ്റ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കവിടെ ഡിസ്പ്ലേയിൽ കാണിച്ചു തരുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈ ബ്രിഡ്ജും ഇപ്പോൾ പെട്രോണാസിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു 10-20 പേരെ വെച്ചിട്ടുള്ള ഗ്രൂപ്പായിട്ടാണ് അവരകത്തേക്ക് കയറ്റുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ അത് നമുക്ക് അവർക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ ടൈം സ്ലോട്ടിനും ഓരോ കളറിലുള്ള സ്റ്റിക്കറാണ് അവർ കൊടുക്കുന്നത്. നമുക്ക് ഗ്രീൻ കിട്ടിയ പോലെ വേറെ ആൾക്കാർക്ക് കണ്ടു, യെല്ലോ കണ്ടു, ഓറഞ്ച് കണ്ടു, റെഡ് കളർ കണ്ടു, ബ്ലാക്ക് കണ്ടു. സോ അവർക്കത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഏത് ടൈം സ്ലോട്ടിലാണ് അവർ വന്നതെന്നുള്ളത്. ഇത് നമ്മൾ പോകുന്നത് 41ാമത്തെ നിലയിലുള്ള ഒരു സ്കൈ ബ്രിഡ്ജിലേക്കാണ്. ഈ പെട്രോണാസ് ടവേഴ്സിലെ 2 ബിൽഡിങ്ങും പെട്രോണാസ് എന്ന് പറയുന്നൊരു കമ്പനിയുടെ ഉടമസ്ഥതയിലാണുള്ളത്. സ്കൈ ബ്രിഡ്ജിൻ്റെ അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു സ്റ്റാഫ് നമുക്ക് അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്, അവിടുത്തെ റൂൾസൊക്കെ. താഴെ നിന്നും 170 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു സ്കൈ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ജാപ്പനീസ് കമ്പനിയായ ഹസാമ കോർപ്പറേഷനും പിന്നെ കൊറിയൻ കമ്പനിയായ സാംസങ്, അതായത് നമ്മുടെ ഇപ്പോൾ ഫോണൊക്കെ ഉപയോഗിക്കുന്നില്ലേ സാംസങ്, അവരുടെ തന്നെ കമ്പനിയുടെ കൺസ്ട്രക്ഷനായിട്ടുള്ള കമ്പനിയോട് ചേർന്നിട്ടാണ് ഈ ഒരു പെട്രോണാസ് ടവേഴ്സ് ഉണ്ടാക്കിയത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു സ്കൈ ബ്രിഡ്ജിൽ നിൽക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ്, പുറത്തേക്കുള്ള വ്യൂ ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതാണ് എക്സാക്റ്റ് ആയിട്ട് ആ ഒരു പെട്രോണാസ് ടവേഴ്സിൻ്റെ അവിടെ നിന്നുള്ള ഫ്രണ്ട് വ്യൂ. ആ ദൂരെ കാണുന്നതൊക്കെ ബാങ്കിൻ്റെ ബിൽഡിങ്സ്, പിന്നെ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്ന കുറേ ബിൽഡിങ്സ് ഒക്കെ കാണാൻ പറ്റും. അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, ഓഫീസസ് ഒക്കെ ഉണ്ട്, അങ്ങനെ കുറേ ബിൽഡിങ്സ് ഒക്കെ ദൂരെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. മലേഷ്യയുടെ ഒരു ലാൻഡ്സ്കേപ്പ് അടിപൊളിയായിട്ട് കാണാം. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ടവർ 1 മാത്രമേ ഈ സിവിലിയൻസിനും ടൂറിസ്റ്റുകൾക്കൊക്കെ പെർമിഷൻ ഉള്ളൂ. ബാക്കി മറ്റേ കെട്ടിടം മുഴുവനായിട്ടും ഓഫീസുകൾക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് തൊട്ട് പുറകിലായിട്ട് കാണുന്ന KLCC പാർക്കാണ്. അത് ദൂരെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്ക്, വാട്ടർ ഫൗണ്ടൻ, അങ്ങനെയുള്ള കുറേ അട്രാക്ഷൻസ് ഒക്കെ അവിടെ ഉണ്ട്. ഇനി അടുത്ത ലിഫ്റ്റിൽ കയറിയിട്ട് 86ാമത്തെ നിലയിലേക്കാണ് പോകുന്നത്. ഈ ബിൽഡിങ്ങിൽ, അതായത് ഈ ഒരു 2 ടവേഴ്സും കൂടെ ചേർത്തിട്ട് 78 ലിഫ്റ്റുകളാണ് ടോട്ടലായിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ 86ാമത്തെ നിലയിലേക്ക് എത്തി. ഇവിടെ ഒരു സ്കൈ വ്യൂ ആണുള്ളത്, 360 വ്യൂ ആണുള്ളത്.
27 വർഷം പഴക്കമുള്ള കെട്ടിടമാണെങ്കിലും കാലാകാലങ്ങളായിട്ട് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും കോലാലംപൂരിന് കുറച്ചുകൂടെ ഹൈറ്റുള്ള വ്യൂ ആണ് കിട്ടുന്നത്. കാരണം നേരത്തെ പോയത് 41ാമത്തെ നിലയാണ്, ഇതിപ്പോൾ 86ാമത്തെ നിലയാണ്. ആ തൊട്ടടുത്ത് അടുത്ത ആ ഒരു ടവർ നമുക്ക് പെട്രോണാസ് കാണാൻ പറ്റും. അങ്ങ് ദൂരെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കെട്ടിടമായ മെർഡേക്ക 118 കാണാൻ പറ്റും. പിന്നെ ആദ്യം പോയ ഒരു KL ടവർ ഉണ്ടല്ലോ, അതും നന്നായിട്ട് കാണാൻ പറ്റും. പെട്രോണാസ് ടവേഴ്സിൻ്റെ ഒരു മാതൃക അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ക്ലിയർ വ്യൂ നമുക്ക് അടിപൊളിയായിട്ട് കാണാം. ഈ പെട്രോണാസ് എന്ന് പറയുന്നത് മലേഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയാണ്. ഇത് പ്രധാനമായിട്ടും കോൺക്രീറ്റ് കെട്ടിടമാണെങ്കിലും സ്റ്റീലും ഗ്ലാസും ഒക്കെ പുറത്ത് നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. മലേഷ്യ എന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഈ ഒരു പെട്രോണാസ് ടിൻ ടവേഴ്സ് ആയിരിക്കും. ഇതേ സെയിം 86ാമത്തെ ഫ്ലോറിൽ തന്നെ സുവറിൻ ഷോപ്പുകൾ, ഗിഫ്റ്റ് ഷോപ്പുകളൊക്കെ കുറേ ഉണ്ട്. കൂടാതെ ചെറിയൊരു കോഫി ഷോപ്പും സ്നാക്സ് ഒക്കെ കിട്ടുന്ന കടകളും അവിടെ തന്നെയുണ്ട്. വേണമെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഇത്രയും ഹൈറ്റിൽ നമുക്ക് കോഫിയൊക്കെ ആസ്വദിക്കാൻ പറ്റും. ആ സുവറിൻ ഷോപ്പുകളിൽ ആ ഒരു കോലാലംപൂർ മലേഷ്യയുടെ ചെറിയ ചെറിയ രൂപങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമ്മുടെ ഫോട്ടോ അവരെ എടുത്ത് എഡിറ്റൊക്കെ ചെയ്ത് തരും, ആ ഒരു കോലാലംപൂർ പെട്രോണാസ് ടവേഴ്സിൻ്റെയൊക്കെ മുന്നിൽ നിൽക്കുന്നതായിട്ടൊക്കെ. മുതിർന്നവർക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള എല്ലാ ഗിഫ്റ്റുകളും കിട്ടുന്ന അടിപൊളി ചെറിയൊരു ഷോപ്പുകളൊക്കെയാണത്. ഇതൊന്നും പക്ഷേ വലിയ വിലയുള്ള സാധനങ്ങളായിട്ട് തോന്നിയില്ല, അത്യാവശ്യം ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ അടുത്ത് ലിഫ്റ്റ് കയറിയിട്ട് താഴേക്ക് ഇറങ്ങി അവിടെ പെട്രോണാസിൻ്റെ ഒരു റേസിംഗ് കാർ F1 കാറിൻ്റെ ഒരു രൂപം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. താഴെ ഇറങ്ങിയപ്പോൾ രസകരമായിട്ടുള്ളൊരു കാഴ്ച ഉണ്ട്. അവിടെയുള്ള ലോക്കൽസ് ആൾക്കാർ ഒരു ഐഫോൺ ആയിരിക്കും, അത് വെച്ചിട്ട് അവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെ ഫോട്ടോ എടുത്തിട്ട് ബിസിനസ് ചെയ്യുകയാണ്. ഒരു ഫോട്ടോയ്ക്ക് 10 റിംഗിറ്റ്, അതായത് 200 രൂപ. ഒരു ദിവസം ഒരു 50 ഫോട്ടോ എടുത്താൽ ഇന്ത്യൻ റുപ്പീസ് 10,000 രൂപയായി. എന്താ അല്ലേ? മലേഷ്യയുടെ ഒരു ലാൻഡ്മാർക്ക് തന്നെയാണ് പെട്രോണാസ് ടവേഴ്സ്.